ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പേര് ജിബിൻ ജോയ്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു കൂർ ഫിഷിംഗ് വ്ളോഗ്സ്. അപ്പോൾ സോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ നെല്ലിതിരി കുറച്ച് അകലെയാണ്. അപ്പോൾ നമ്മളിന്നൊരു ചെറയിലാണ് വന്നിട്ടുള്ളത്. എന്താ പറഞ്ഞാൽ നമ്മൾ വലയിട്ട് മീൻ പിടിക്കാമെന്ന്. അപ്പോൾ വലയിടലെന്ന് പറഞ്ഞാൽ ഏകദേശം വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടല്ല നമ്മൾ വലയിടുന്നത്. നമ്മൾ കരയിൽ നിന്നിട്ട് ഒരു റോപ്പ് വലിച്ചിട്ടാണ് ആ റോപ്പിലേക്ക് ഈ ഒരു വലേൻ്റെ രണ്ട് തല കെട്ടിയിട്ടാണ് വലിച്ചിട്ടാണ് നമ്മൾ വല പിടിക്കുന്നത്. ആരും ഇറങ്ങിയിട്ടൊന്നും വല റിസ്ക് എടുത്തിട്ടൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ നല്ല ഈ വലിയ സൈസ് മീനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ആക്കാൻ പോകുന്നത് 6 കണ്ണീൻ്റെ വലയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. സോ ഗൈസ്, വല പുറത്തെടുത്ത് ഏകദേശം നല്ലൊരു കെട്ട് കുടുങ്ങിനി. അപ്പോൾ സോ ഗൈസ്, നമ്മളെങ്ങനെ വലയിടുന്ന് പറഞ്ഞാൽ ഒരു വലേൻ്റെ തലയിൽ അവിടെ ഒരു പച്ച കളർ ഒരു പൊങ്ങ് കണ്ടല്ലേ, ആ തലയിൽ റോപ്പ് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ആ എൻഡിൽ രണ്ടാൾ കണ്ട, അപ്പോൾ അവരായിരിക്കും വലിച്ച് റോളാക്കിയോണ്ടുണ്ടാവും. അപ്പോൾ ഈ വല ഇങ്ങനെ ഡയറക്റ്റ് ആ എൻഡ് വരെ പോയിട്ട് സെൻറ്റർ കൂടെ ഇങ്ങനെ വല വിടും. അപ്പോൾ ഈ വല ആ എൻഡ് എത്തുമ്പോൾ ഏകദേശം എല്ലാം സെറ്റായി. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഇവിടെ നസീറാക്കിയും അണ്ണും ഉണ്ട്. അതേപോലെ അവിടെ നമ്മളെ പാപ്പനും പിന്നെ ഇഞ്ഞൊരാളുണ്ട്. ആരാത് നസീറാക്ക? ഇഞ്ഞൊരാൾ നസീറ. രണ്ട് നസീറാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മളെ പാപ്പനും നസീറാക്ക, ഇപ്പുറം അണ്ണു നസീറാക്കയാണ്. അപ്പോൾ ഇവർ വല ഒരു ചാക്കിൽ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വല നേരാക്കിക്കൊണ്ട് വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് 6 കണ്ണീൻ്റെ വലയാണ്, നിങ്ങൾ കാണണ്ടല്ലോ, 6 കണ്ണീൻ്റെ വല. ഏകദേശം വലിയ മീൻ കുടുങ്ങാനുള്ള ചാൻസുകൾ ഉണ്ട്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. അപ്പോൾ സോ ഗൈസ്, വല ഇങ്ങനെ പോയോണുണ്ട്. ഏകദേശം എത്താനായി. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ, ഒരു 12 അടി അത്രയേ ഉള്ളൂ അവിടുന്ന് അവർക്ക് എത്താൻ എണ്ടയ്ക്ക്. അപ്പോൾ ഇവിടെ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അണ്ണു, ഇത് എത്ര നീളം വല? 3 kg. ഓ, ഒരു 100 മീറ്റർ അല്ലേ? അപ്പോൾ സോ ഗൈസ്, ഇത് ടോട്ടൽ 3 kg ഉണ്ട്. അപ്പോൾ 3 kg എന്ന് പറഞ്ഞാൽ ഏകദേശം 100 മീറ്ററാണ് കണക്ക്. അപ്പോൾ ഇതിപ്പോൾ എത്ര റൗണ്ട് അടിക്കുന്നത്? ഇപ്പോൾ 2 റൗണ്ട്. ഇപ്പോൾ ഈ ഒരു വല 2 റൗണ്ട് അടിക്കും. ഇവിടെ കണ്ട മീൻസ് വെള്ളം കലങ്ങിയോണുണ്ട്. നിങ്ങൾക്ക് കാട്ടിലുണ്ട് കാണുന്നത്, മഞ്ഞക്കാട്ടില, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വലയിടുന്ന ഏകദേശം നല്ലൊരു റിസ്ക്കാണ്. ഈ വലയിൽ ഒന്നും കുടുങ്ങാതെ എല്ലാം ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞാൽ ഈ വലയിൽ കുടുങ്ങി പോയല്ലേ. അപ്പോൾ നോക്കാം. സോ ഗൈസ്, നമുക്ക് ആദ്യത്തെ മീൻ വലയിലടിച്ചിന് ഒരു റോ ആണ്. ഏകദേശം എത്ര kg ഉണ്ടാവും? 2 കിലോ അല്ലേ? അപ്പോൾ 2 കിലോളം ഉണ്ടാവും മീൻ. നമുക്ക് നോക്കാം. ഇഞ്ഞും വലയിൽ ഇഞ്ഞും അടിച്ചിട്ട് ഒരു വല അനക്കമൊന്നും കാണില്ല. ഇവിടെ ഒരു അനക്കം മാത്രമേ കണ്ട നിങ്ങൾക്കറിയില്ല. അപ്പോൾ നോക്കാം, ഇനി അത് പുറത്തെടുക്കും എന്തായാലും അല്ലേ. അപ്പോൾ ഇതെല്ലാം ആരും പറഞ്ഞാൽ നമ്മളെ നസീറാക്ക, അതേപോലെ ജോണിയപ്പാ ഹായ്, അതേപോലെ അഞ്ഞൂർ നസീറാക്ക ഒരാൾക്ക്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ വീഡിയോയിൽ ആദ്യമായിട്ടുണ്ടാവും. അതാണ് നമ്മളെ അണ്ണു. സോ ഗൈസ്, നമ്മളെ അണ്ണുണ്ണനാണെങ്കിൽ അവിടെ ഷോൾ ഷർട്ട് ഇട്ടിട്ട് ഇരിക്കുകയാണ്. എന്താ പറയുക, മീൻ കണ്ട് അപ്പം അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ണുണ്ണക്ക് ഒരു ചാനലുണ്ട്, കൂർ ഫിഷിംഗ് ആൻഡ് ഹണ്ടിങ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ആ വീഡിയോ ഒന്ന് നോക്കണം. അപ്പോൾ അണ്ണുണ്ണനെ അതേപോലെ എന്നെ സപ്പോർട്ടാക്കിയ പോലെ അണ്ണുണ്ണനെ സപ്പോർട്ടാക്കണം. അല്ല അണ്ണാ അല്ലേ? വീഡിയോയിൽ നമ്മളെ കാട്ടി ഞാൻ പിടിക്കാത്ത മീൻ, ഉഗ്രം മീൻ, ബരമീനെല്ലാം 6 kg 7 kg എല്ലാം മീൻ പിടിച്ചിന്. അങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പോകണം. കൂർ ഫിഷിംഗ് ആൻഡ് ഹണ്ടിങ് ആണ്. അപ്പോൾ ഏകദേശം എൻ്റെ പേര് പോലെ തന്നെ അണ്ണോണ്ടൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ പോയി നോക്കണം, തീർച്ചയായിട്ടും നോക്കണം. അപ്പോൾ നോക്കാം എന്താ നെക്സ്റ്റുള്ള പരിപാടികൾ. വല എടുക്കും. ഓ സോ ഗൈസ്, കണ്ടോ, നമ്മൾ വല ഉണ്ടാക്കിയ സ്ഥലത്ത് നമുക്ക് ഒരു മിനോ സെറ്റ് വലിയൊരു ദൊഡ്ബായിക്കാട്ടിലാണ് അടിച്ചിരിക്കുന്നത്. ഏകദേശം 3 കിലോത്തിൻ്റെ മേലെ ഉണ്ടാവും സാധനം. അപ്പോൾ ഈ ഒരു ചെറിയ വലിയൊരു മീനുണ്ടെന്ന് നമുക്ക് പിടികിട്ടി. നമ്മളിപ്പോൾ ഇവിടെയാണ് വല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ ഒരു ദൊഡ്ബായിക്കാട്ടിൽ അടിച്ചിട്ടുള്ളത്. നോക്കാം നമുക്ക് എന്താവുന്നു. അപ്പോൾ സോ ഗൈസ്, നമ്മൾ ആ ചെറിയൽ വലയിട്ടിന്. ഇപ്പോൾ ഇഞ്ഞൊരു ചെറിയൽ വന്നിട്ട് നമ്മൾ കാസ്റ്റിങ്ങും പിന്നെ അതേപോലെ ഷോൾ ഷോട്ടാണ്. അപ്പോൾ നിങ്ങൾ ഷോൾ ഷോട്ട് ഇതുവരെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല. നമുക്കിപ്പോൾ ഇന്ന് കാണാം ഷോൾ ഷോട്ടിൻ്റെ ഉഗ്രൻ ഷോട്ടുകൾ. അപ്പോൾ അവിടെ ഒരു ഷോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ബിക്കോസ് വലയിട്ടിന കാരണം കൊണ്ട് ഒരു ഷോട്ട് അടിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ബരമീനിൻ്റെ ടാർഗറ്റാണ്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. ഒന്ന് സ്റ്റിക്കിലും ഇനി ഒന്ന് ഷോൾ ഷോട്ടിലും നമുക്ക് നോക്കാം. സെറ്റ് ഓക്കെ. പറ്റുമ്പോൾ വെച്ചോ.
സോ ഗൈസ് ഇപ്പോൾ നമ്മൾ അവിടെ ഒരു വലിയൊരു സാധനത്തിനുണ്ട് അതിൻ്റെ ടാർഗറ്റൊക്കെ ഓക്കെ പുറകിൽ വന്ന് ഒരു കാസ്റ്റ് വന്ന് ഒരു വൈറ്റ് ഞാൻ എന്തായാലും ഇന്ന് പിടിക്കും വലുതിന്. നമ്മളെപ്പോൾ സൈലൻ്റ് ആയിരിക്കണം, അധികം ഒച്ചപ്പാടെല്ലാക്കിയിട്ടുണ്ടെങ്കിൽ മീൻ പോകാനുള്ള ചാൻസ് ഉണ്ട്, അതിനുകൊണ്ട് അധികം ടോക്കില്ല. ചില സെറ്റ് മിസ്സായിപ്പോയി. ഹുക്കാക്കി കളി ഒരു വലുതുണ്ട് ഗൈസ്. അടി ഹുക്ക് സെറ്റ് ഹുക്കായി തുപ്പിക്കളഞ്ഞ് അത് തുപ്പിയത് വലുത്തെ സാധനം മിസ്സാക്കിയല്ലേ. സോ ഗൈസ് ഇപ്പോൾ നസീറാക്കയാണ് നെക്സ്റ്റ് കാസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ അണ്ണനെ 2 വലിച്ചു കയറ്റി, നമ്മൾ നസീറാക്ക എത്ര എണ്ണം കയറ്റി നോക്കാം. ഈ ഒരു ചെറിയ കാണണം അങ്ങനെയൊന്നുമല്ല, നല്ല സൈസ് ബരമീനുണ്ട്. ഇട്ടത് അടി തന്നെ സെറ്റ് വേണ്ട മോനെ. എവിടെ കണ്ടോ ഗായ്സ്, നമ്മൾ കുറച്ച് ഏകദേശം സൈസുള്ളൊരു വരാൽ. അപ്പോൾ സോ ഗൈസ് നമുക്ക് കിട്ടിയ വരമീനുകളാണിത്. കണ്ടോ 1 2 3 4 5 എണ്ണം കിട്ടീന്. ഏകദേശം ഇത് 2 നല്ല സൈസ് ഉണ്ട്, അപ്പോൾ അത് 2 ഏകദേശം ചെറുതാണ്, ഇതും ഏകദേശം നല്ല സൈസ് ഉണ്ട്. കണ്ടോ അപ്പോൾ ഒരു കാസ്റ്റിംഗ് അക്യൂണുണ്ട്. അധികം വാക്ക് പറയാൻ പാടില്ല, എന്താ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബരമീനല്ലോ അധികം നല്ല ഷാർപ്പൻഡ് മൈൻഡാണ്, അതൊക്കെ ഷാർപ്പ് മൈൻഡാണ്. ചെറിയൊരു സൗണ്ട് കേട്ടാലെല്ലാം പുല്ലിൻ്റെ ഇടയ്ക്കെല്ലാം പോയി ഒളിച്ചൊളിയും, പിന്നെ പുറത്ത് വരില്ല. അതിന് വേണ്ടിയിട്ട് അധികം വാക്കൊന്നും പറയില്ല. ഷോട്ട് സെറ്റ് അത് സൂപ്പർ. കണ്ട നമ്മൾ എത്ര സൈലൻ്റായിട്ടിരിക്കണോ അത്ര നല്ലതാണ്. ഇപ്പോൾ കണ്ട കൈയോടൊന്ന് വലിച്ചു കെട്ടിയത്. സോ ഗൈസ് നമ്മളിപ്പോൾ ആ ഒരു ചിറയിൽ നിന്ന് വരമീനെ പിടിച്ചിട്ട് നമ്മൾ വലയിട്ട ചിറയിലേക്ക് വന്നത്. അവിടെ നമ്മൾ സ്റ്റിക്കാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടാണ്. അവിടെ ഏകദേശം വാക്കൊന്നും പറയാൻ പറ്റില്ല, എന്താ പറയുക നമ്മൾ കാസ്റ്റിംഗ് ആക്കണോണ്ട് എത്ര സൈലൻ്റ് ആയിട്ടുണ്ടാവും അത്ര സൈലൻ്റ് ആയിട്ടുണ്ടാവും. എന്താ പറയുക മീൻ നമ്മളെ ഈ അനക്കം കാര്യങ്ങളെല്ലാം കേട്ട മീൻ ഉള്ളിൽ പോകും. അപ്പോൾ നമ്മളിപ്പോൾ വല വലിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ വല വലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. നമുക്ക് നോക്കാം ഏതൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന്. നിങ്ങൾ കണ്ടല്ലോ ആദ്യം തന്നെ ഒരു ദുബായ് കാട്ടില റോവ്. അപ്പോൾ ഇനിയും മീനുണ്ടാവും, നോക്കാം നമുക്ക്. ഓക്കെ സോ ഗൈസ് നമ്മളിതാ വല വലിക്കാൻ പോകണതാണ്. ആദ്യം തന്നെ നമ്മളെ ദുബായ് കാട്ടിലാണ് നമ്മളെ കയ്യിൽ കിട്ടാൻ പോണത്. ഏകദേശം നല്ലൊരു സൈസുള്ള സാധനമാണ്. സോ ഗൈസ് ഇതാ നമ്മളെ ആദ്യത്തെ മീൻ. വാവ് സെറ്റ് ദുബായ് കാട്ടിലെ ഗൈസ്. അപ്പളെ അടിച്ചല്ല അതിന്. വാവ് സെറ്റ് എന്താ കാട്ടണോ? കണ്ട ഗായ്സ് എല്ലാം വെച്ചിട്ട് ഒരു ഫോട്ടോ പിടിക്കാനുണ്ടോ? സോ ഗായ്സ് ഇതാ വല ഇങ്ങനെ വലിച്ച് കയറ്റാണ്. അപ്പോൾ അടുത്തൊരു 2ാമത്തെ മീൻ അതാ റോ. സോ ഗൈസ് റോ
കല്ലടന്ന് നോക്കി റോ ഗൈസ്. നിങ്ങൾ ബുക്കഞ്ചിനെ കുടിച്ചാ പറഞ്ഞു മീൻ എല്ലാവരും എടുക്കും. പക്ഷെ അത് താളിൽ കൊടുക്കും. താളിൽ കൊടുക്കും. രണ്ടെണ്ണേ അവിടെ കഴിഞ്ഞിട്ടുള്ളൂ തരാ. അതാണോ ഒരു കേസിൻ്റെണ്ടോടാ നിങ്ങൾക്ക് കേസിൻ്റെണ്ടാവും ആണെങ്കിൽ ഡ്രമ്മിൽ കൊണ്ട് ഇട്ടോ. സോ ഗൈസ്, ഇതാണ് റോ. ചെറിയ വായി, പിന്നെ അതേപോലെ നല്ല റെഡ് പിന്നാണ് ഇതിനുള്ള. ഇതാണ് റോ ഗൈസ്. റോ ഇത് ഗഡ് ബൈ കട്ടില്ല. ഏകദേശം സൈസ് ഉണ്ടാവും, നല്ല സൈസ് ഉണ്ടാവും. നല്ല വലിയൊരു വായ ആയിരിക്കും ഇതിന്. ഇതിനാണ് ഗഡ് ബൈ കട്ടില എന്ന് പറയുന്നത്. ഇതിൻ്റെ വായ ഏകദേശം നല്ലൊരു വലുതായിരിക്കും. എന്താ നല്ല യൂസാണ്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ്, ഇത്ര മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 6ഓളം ബരമീനുണ്ട്. അതേപോലെ ഏറ്റവും വലിയ സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളെ ദൊഡ്ബായ് കട്ട്ല. ഇതാ വലിയൊരു സാധനമാണ് നമ്മളെ ദൊഡ്ബായ് കട്ട്ല. പിന്നെ അതേപോലെ 3 റോവ്. എന്താ എന്താ 3 റോവ്. അല്ലേ, ഇന്നത്തെ പുളിമുളകിന് നമ്മൾ ഇന്ന് പിടിച്ചിട്ടില്ല. ബാക്കിയുള്ള മീനും നമ്മൾ അടുത്തൊരു ചെറിയ ടാർഗറ്റ് ആക്കിന് നാളെ. ഇന്നത്തെ തൽക്കാലം ഒരു പുളിമുളകിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി നാളെ ബാക്കി പരിപാടി. പരിപാടി നാളെ. വീണ്ടും സന്ധിപ്പം ബൈ. അപ്പോൾ സോ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ അടുത്തൊരു വീഡിയോ സൂപ്പർ വീഡിയോ വരും. അപ്പോൾ ദെൻ ബൈ, ഗുഡ് ബൈ ഗൈസ്, ബൈ ബൈ.